ചികിത്സയുടെ പേരിൽ ചൂഷണം എത്രയാണ്, തട്ടിപ്പ് എത്രയാണ്, അനാവശ്യ മരുന്നുപയോഗം എത്ര വ്യാപകമാണ്, ആവശ്യമില്ലാത്ത ഓപ്പറേഷനുകളുടെ എണ്ണം എത്രയാണ്, ചികിത്സാ പിഴവ് മൂലം മരിക്കുന്ന ആളുകളുടെ കണക്ക് എത്രയാണ്. ഒരു ദുആ കൊണ്ട്, പള്ളി മിഹ്റാബ് ഉപയോഗിച്ച് ഒരു ദുആ കൊണ്ടും ഒരു ബക്കറ്റ് പിരിവ് കൊണ്ടും ദൗത്യം തീരുന്നവരാണോ ഉലമാ സമൂഹം? അല്ലല്ലോ. നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റുന്ന സൗകര്യം ഒരുക്കുക എന്നുള്ളത് മസ്ജിദ് കമ്മിറ്റി ചെയ്ത ദീനീദ്രോഹവും സാമൂഹ്യദ്രോഹവും. അടുത്ത് കസാര വെക്കുന്നതിനെ കുറിച്ച് വിവാദം ഉണ്ടായി. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കസാര എങ്ങനെ വെക്കണം, സെഫ് പല സ്ഥലത്തും നിസ്കാരം വലിയ പ്രശ്നമാണ്. ഈ കസാര വെക്കുന്നവർ അവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ വെക്കും. അവസാനം ഫുഖഹാക്കൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഫുഖഹാക്കൾ അത് തുറന്നു പറഞ്ഞു. ഡെങ്കിപ്പനിയും ഡിങ്കൻ പനിയും തക്കാളിപ്പനിയും പച്ചമുളകിന്റെ പനിയും ഉള്ളിപ്പനിയും വെളുത്തുള്ളിപ്പനിയും അല്ലേ, പനിക്ക് പേരിടലാണല്ലോ പുതിയൊരു ട്രെൻഡ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ അമ്മാ ബഅദ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു നൽകിയ ആരോഗ്യശാസ്ത്രത്തിൻ്റെ അനിവാര്യത കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ നബിവചനങ്ങളുടെ ഉള്ളറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനിതരായ ഉലമാ സമൂഹത്തോട് വളരെ വിനീതമായി ഒരു അഭ്യർത്ഥന നടത്തുക എന്ന ലക്ഷ്യമാണ് ഹിക്മ ഹീലിങ്ങിൻ്റെ ഈ എപ്പിസോഡിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഒരു കാര്യം. ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തും പണ്ഡിതനും ഒരു മഹലിൻ്റെ ഖതീബുമായ എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മനാഖിബിലുള്ള കുറച്ച് വരികൾ എനിക്ക് അയച്ചു തന്നു. ഞാൻ എത്രയോ കാലം മുമ്പ് ഈ വിഷയം എൻ്റെ ചില പ്രസംഗങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മതപണ്ഡിതന്മാരെ മാത്രം, നമ്മുടെ ആദരണീയരായ ഉലമാ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അതായത് പൊതുസമൂഹത്തോടായി ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു നിർദ്ദേശം, നിങ്ങളുടെ മതപരമായ വിഷയങ്ങളിൽ നിങ്ങൾക്ക് അധ്യാപനം നൽകാൻ കഴിയുന്ന മുഫ്തിയായ, അതായത് മതവിധി പറഞ്ഞു തരാൻ പറ്റുന്ന പണ്ഡിതൻ, കേവലം മതവിധി പറഞ്ഞു തരാൻ പറ്റുന്ന പണ്ഡിതൻ മാത്രമല്ല, നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തരാൻ കഴിയുന്ന ആൾ കൂടിയായ ഒരു പണ്ഡിതനുള്ള നാട്ടിലേ താമസിക്കാൻ പാടുള്ളൂ. ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു, ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഈ ഒരു വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏത് തരത്തിലുള്ളതാവണം. നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ താമസിക്കാൻ വേണ്ടി ഒരു വീട് വെക്കും. ഈ വീട് വെക്കുമ്പോൾ അതൊരു വില്ലേജ്, ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പിൽ അല്ലെങ്കിൽ ഒരു പ്രാന്തപ്രദേശം എന്തോ ആവട്ടെ, നിങ്ങളുടെ താമസത്തിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം, ആ സ്ഥലം എങ്ങനെയുള്ളതാവണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള ഒരു നിർദ്ദേശമാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉലമാ സമൂഹത്തോട് പറയാറുണ്ട്, ആലിം ത്വബീബ്, പണ്ഡിതനായ വൈദ്യൻ, ആലിം ത്വബീബ്, പണ്ഡിതനായ ഡോക്ടർ. അപ്പോൾ ഒരു പണ്ഡിതൻ, പ്രത്യേകിച്ചും ഒരു മഹലിൻ്റെ ഒക്കെ നേതൃത്വം നൽകുന്ന ഒരു പണ്ഡിതൻ, ഒരു ഇമാമ് എന്ന നിലയിൽ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പണ്ഡിതൻ, മതപരമായ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളും ആവണം. അവരുടെ ശാരീരിക വിഷയങ്ങളിൽ ഇടപെടാൻ പറ്റുന്ന ശരീരശാസ്ത്രവും രോഗശാസ്ത്രവും ഔഷധശാസ്ത്രവും അറിയുന്ന ആളുമാവണം. വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ ചെയ്തത് പള്ളിയിൽ നിന്നിട്ട് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി. ഇരിക്കാനുള്ള വഴിയുണ്ട്,
ഇരുന്ന് മൂത്രമൊഴിക്കാനുള്ള വഴി ഉലമാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എൻ്റെ തന്നെ അനുഭവത്തിൽ ചികിത്സാനുഭവങ്ങൾ പലപ്പോഴും ഓർമ്മ വരുന്നത് ഞാൻ പങ്കുവെക്കുകയാണ്. അനേകായിരം ആളുകൾക്ക് കാൽമുട്ട് മടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വന്ന അനേകായിരം ആളുകളിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ വലിയ ചെലവൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായ വഴികളിലൂടെ, കാരണം ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടും ഒന്നും മുട്ടുമടക്കാൻ പറ്റാത്ത ആളുകളുള്ള ഒരു കാലമായത്. മസ്ജിദ് എന്ന് പറയുമ്പോൾ സുജൂദ് എന്ന് ഒരു അർത്ഥം കിട്ടും. അവിടെ സുജൂദിന്റെ താല്പര്യത്തിൽ നിന്നാണ് മസ്ജിദ് രൂപപ്പെടുന്നത്. അപ്പം മസ്ജിദ് രൂപപ്പെട്ട സ്ഥലത്ത് സുജൂദ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ വർദ്ധിക്കുന്നിടത്ത് അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ജ്ഞാനശാസ്ത്രം എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത സമൂഹം കൈകാര്യം ചെയ്യുന്ന സിഹാഹു സിത്തയിലുണ്ട്, അതിൻ്റെ വ്യാഖ്യാനങ്ങളിലുണ്ട്. എന്തുകൊണ്ട് അവരത് പറയുന്നില്ല എന്നത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം മൂത്രമൊഴിക്കാൻ പറ്റാത്ത ആളുകൾ പള്ളികളിലൊക്കെ നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ചെയ്തു വെച്ചേക്കുന്നത്. മനസ്സിലാക്കണം, നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റുന്ന സൗകര്യം ഒരുക്കുക എന്നുള്ളത് മസ്ജിദ് കമ്മിറ്റി ചെയ്ത ദീനീദ്രോഹവും സാമൂഹ്യദ്രോഹവുമാണ്. എന്തുകൊണ്ട്? പരിഹാരം ഇല്ലെങ്കിലൊക്കെ മുട്ടുമടക്കാൻ പറ്റാത്ത ആൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ ചോദ്യം പ്രസക്തമാണ്. മുട്ടുമടക്കാൻ പറ്റാത്ത ആളുകൾക്ക് അത് മടക്കാനുള്ള വഴിയുണ്ടല്ലോ. ആ വഴിയല്ലേ പള്ളി കമ്മിറ്റിയും ജമാഅത്ത് കമ്മിറ്റിയും മഹല്ല് കമ്മിറ്റിയും ജനങ്ങളിലേക്ക് എത്തേണ്ടത്. ഏത് ജമാഅത്ത് കമ്മിറ്റിക്കാണ് ഇസ്ലാമിൽ ഒരു വൈദ്യശാസ്ത്രം ഉണ്ട് എന്നറിയാത്തത്? ഇസ്ലാമിൽ ഒരു വൈദ്യശാസ്ത്രം ഉണ്ട് എന്നറിയാത്തൊരു മഹല്ല് ജമാഅത്തുണ്ടോ? ഉണ്ടാവാൻ പാടുണ്ടോ? ഇസ്ലാമിക സമൂഹത്തിന്റെ നാനോന്മുഖമായ പുരോഗതിയാണല്ലോ ഒരു മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദിത്വം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ട ആളാണല്ലോ അവിടുത്തെ ഇമാം എന്ന് പറയുന്ന ആ പദവി അലങ്കരിക്കുന്ന വ്യക്തിത്വം. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് നാം സുജൂദ് ചെയ്യാനുള്ള അവസരം ജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കാത്തത്? ഒരു പ്രാവശ്യം ഞാൻ ദൂരയാത്ര കഴിഞ്ഞ് ടൗണിലുള്ള, നഗരം പറയുന്നില്ല, ഒരു ടൗണിലുള്ള മസ്ജിദിലേക്ക് ജുമാക്ക് വേണ്ടി ഓടിക്കയറുമ്പോൾ ഒരു ഏരിയ, റിസർവ്ഡ് ഏരിയ, കംപ്ലീറ്റ്ലി കസേരകൾ. അപ്പം സ്വാഭാവികമായിട്ട് എനിക്കറിയാലോ, മുട്ടുമടക്കി നിസ്കരിക്കാൻ പറ്റാത്ത ഒത്തിരി പേര് വന്ന് അവർക്ക് ഇരിക്കാനുള്ള നേരത്തെ ചെയ്തു വെച്ച ഒരു സംവിധാനം. എന്തുകൊണ്ട് ഇത്രയും പേർക്ക് മുട്ടുമടക്കി നിസ്കരിക്കാനുള്ള ഒരു സംവിധാനം സർവകാലികവും സർവലൗകികവും സർവകാലത്തേക്കുള്ള സംവിധാനം പറഞ്ഞ മതത്തിന്റെ ആളുകൾക്ക് പറയാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് അത്തരമൊരു മേഖലയിലേക്ക് നാം ശ്രദ്ധിക്കുന്നില്ല? എന്തെങ്കിലും പ്രശ്നമുള്ള രോഗങ്ങൾ കാണുമ്പോഴേക്കും പ്രാർത്ഥന കൊണ്ട് മിഹ്റാബിന്റെ ഉത്തരവാദിത്തം തീരുമോ? മസ്ജിദിലെ മിഹ്റാബ് കേവലം ഒരു പ്രാർത്ഥനക്ക് മാത്രമുള്ള ഇടമാണോ? അല്ലല്ലോ. ചരിത്രത്തിൽ മസ്ജിദിലെ മിഹ്റാബുകൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മുടെ സമൂഹം, നമ്മുടെ മൗമൂമിയങ്ങൾ നമ്മുടെ പിറകിൽ നിന്ന് നിസ്കരിക്കാൻ ഒരുങ്ങി നിൽക്കും. ഈ അടുത്ത് കസാര വെക്കുന്നതിനെ കുറിച്ച് വിവാദം ഉണ്ടായി. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കസാര എങ്ങനെ വെക്കണം, സെഫ് പല സ്ഥലത്തും നിസ്കാരം വലിയ പ്രശ്നമാണ്. ഈ കസാര വെക്കുന്നവർ അവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ വെക്കും. അവസാനം ഫുഖഹാക്കൾ, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഫുഖഹാക്കൾ അത് തുറന്നു പറഞ്ഞു. ആ ഒരു വിഷയം പറയാൻ വരെ നമുക്കിടയിലെ ഫുഖഹാക്കൾ എത്ര സമയമെടുത്തു. ഞാൻ എല്ലാ ബഹുമാനവും നൽകിക്കൊണ്ടാണ് പറയുന്നത്. ഏറ്റവും മർമ്മപ്രധാനമായ മരണശേഷം ഖബറിൽ വെച്ച് ഏറ്റവും ആദ്യം ചോദിക്കുന്ന ഒരു അമല് ശരിയാക്കുന്ന കാര്യത്തിൽ നമ്മൾ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഖബറിൽ വെച്ചാൽ ഒരു സത്യവിശ്വാസി മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം അവരാൽ ചോദ്യം ചെയ്യപ്പെടും. ശാരീരികമായ പ്രവർത്തികളിൽ ആദ്യം ചോദിക്കുന്ന കാര്യം എന്താ? നിസ്കാരം. ആ നിസ്കാരം ശരിപ്പെടുത്തുന്ന വിഷയത്തിൽ എത്ര വർഷം കഴിഞ്ഞിട്ടാണ്, വിവാദമായിട്ടാണെങ്കിൽ പോലും നമുക്കിടയിൽ നിന്ന് അഭിപ്രായങ്ങൾ വന്നത്? കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പോലും, നിത്യജീവിതത്തിലെ കർമ്മശാസ്ത്ര വിഷയത്തിൽ പോലും ഗൗരവത്തോടെ നമ്മൾ എന്താ ഇടപെടാത്തത്? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പൊ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിലെ മർമ്മപ്രധാനമായ കാര്യമാണ് സുജൂദ്. ആ സുജൂദ് ചെയ്യാൻ പറ്റാത്ത ലക്ഷോപലക്ഷം ആളുകളാണ് ഇന്ന് മഅ്മൂമീങ്ങളായിട്ട് നിസ്കരിക്കുന്നത്. അതേസമയം 1-2 മാസം കൊണ്ട് അവരെ നമുക്ക് സുജൂദ് ചെയ്യിപ്പിക്കാം. അതിന് 4-5 ലക്ഷം രൂപയുടെ ചെലവുണ്ടോ? ഇല്ല. പക്ഷെ ഇത് ആര് ഏറ്റെടുക്കണം? ഇമാമി സമൂഹം ഏറ്റെടുക്കണം.
അപ്പൊ ഇമാമി സമൂഹം പറയുവാണ് അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലല്ലോ. നിങ്ങൾ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ അംഗീകരിക്കുന്ന ആളും അനുധാവനം ചെയ്യുന്ന ആളും പിൻപറ്റുന്ന ആളുകളുമാണെങ്കിൽ ഇത് പറയാൻ നിവൃത്തിയില്ല. മനസ്സിലാക്കണം. കാരണം ആദാബു ഷാഫിഇ വ മനാഖിബി ഇത് വളരെ പ്രശസ്തമായ കിതാബാണ്. മനസ്സിലാക്കണം. അവിടെ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ. ആ നാട്ടിൽ ആലിമു യുഫ്തീക അൻ ദീനിക്ക, നിങ്ങൾക്ക് ദീനിന്റെ കാര്യത്തിൽ മതവിധി പറഞ്ഞു തരാൻ പറ്റുന്ന ആലിം അവിടെ ഉണ്ടാവണം. പിന്നെയോ വല തുബീബുൻ യുംബിഉക അൻ അംരി ബദനിക, നിന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ നിനക്ക് കൃത്യമായ ബോധനം നൽകാൻ, അറിവ് നൽകാൻ, നിർദ്ദേശം നൽകാൻ, ഹെൽത്ത് സപ്പോർട്ട് നൽകാൻ കഴിവുള്ള ഒരു പണ്ഡിതനില്ലാത്ത നാട്ടിൽ താമസയോഗ്യമല്ല. ആ നാട് താമസയോഗ്യമല്ല. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. എത്ര നൂറ്റാണ്ട് മുമ്പാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞു വെച്ചേക്കുന്നത്? എത്ര നൂറ്റാണ്ട് മുമ്പാണ്? മനസ്സിലാക്കണം. എത്ര നൂറ്റാണ്ട് മുമ്പാണ്? അതിന്റെ പ്രസക്തി എപ്പോഴാണ് വരുന്നത്? ഈ കാലഘട്ടത്തിലാണ്. ഡെങ്കിപ്പനിയും ഡിങ്കൻ പനിയും തക്കാളിപ്പനിയും പച്ചമുളകിന്റെ പനിയും ഉള്ളിപ്പനിയും വെളുത്തുള്ളിപ്പനിയും അല്ലേ? പനിക്ക് പേരിടലാണല്ലോ പുതിയൊരു ട്രെൻഡ്. സുനാമിക്ക് പേരിടുന്ന, നമ്മുടെ എന്താ പറയാ, പ്രളയത്തിന് പേരിടുന്ന പോലെ, കടലിൽ ക്ഷോഭിക്കുമ്പം ഓരോ പേരിടുന്ന പോലെ പനിക്ക് പേരിട്ട് കളിക്കലാണല്ലോ പുതിയ ട്രെൻഡ്. നമ്മള് ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിന്റെ കൂടെ നിൽക്കണം. കാരണം ഞാൻ ചിന്തിക്കുന്നത് നമ്മെ 10 വർഷമെങ്കിലും ഈ സമൂഹം ഭക്ഷണം തന്ന് വളർത്തിയിട്ടുണ്ട്. ഓരോ പണ്ഡിത സുഹൃത്തുക്കളോടും വളരെ വിനീതമായി പറയാനുള്ളത്, നാം ദർസ് പഠിക്കുന്ന കാലഘട്ടത്തിൽ, മതപഠനം നടത്തുന്ന കാലഘട്ടത്തിൽ നമ്മെ ആരാണ് സംരക്ഷിച്ചത്? ആരാണ് നമുക്ക് ഭക്ഷണം തന്നത്? ആരാണ് നമുക്ക് താമസ സൗകര്യം തന്നത്? നമുക്ക് എത്ര രൂപ ചെലവായി? ഈ ദീൻ പഠിക്കാൻ നമുക്ക് എത്ര രൂപ ചെലവായി? അപ്പൊ ഈ ഉമ്മത്തിനോടൊരു കടമയില്ലേ നമുക്ക്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനൊരു ബാധ്യതയില്ലേ നമുക്ക്? ചികിത്സയുടെ പേരിൽ ചൂഷണം എത്രയാണ്, തട്ടിപ്പ് എത്രയാണ്, അനാവശ്യ മരുന്നുപയോഗം എത്ര വ്യാപകമാണ്, ആവശ്യമില്ലാത്ത ഓപ്പറേഷനുകളുടെ എണ്ണം എത്രയാണ്, ചികിത്സാ പിഴവ് മൂലം മരിക്കുന്ന ആളുകളുടെ കണക്ക് എത്രയാണ്. ഒരു ദുആ കൊണ്ട്, പള്ളി മിഹ്റാബ് ഉപയോഗിച്ചൊരു ദുആ കൊണ്ടും ഒരു ബക്കറ്റ് പിരിവ് കൊണ്ടും ദൗത്യം തീരുന്നവരാണോ ഉലമാ സമൂഹം? അല്ലല്ലോ. ആലിം ത്വബീബ്. അതുകൊണ്ടാണ് തിബ്ബുൻ നബവിയുടെ പ്രബോധകരായ, പ്രചാരകരായ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഉലമാ സമൂഹത്തിനിടയിൽ പ്രവാചക വൈദ്യശാസ്ത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി മതപണ്ഡിതന്മാർക്ക് ഡിപ്ലോമ കോഴ്സുകളും തിബ്ബുൻ നബവി പഠിക്കാനുള്ള അവസരങ്ങളും ഒരുക്കിയത്. അതുകൊണ്ട് ഒരു മസ്ജിദിലെ ഇമാം ത്വബീബ് കൂടിയായാൽ, എന്ന് വെച്ചാൽ വൈദ്യശാസ്ത്രം അറിയുന്ന ആൾ കൂടിയായാൽ, അൽ ഹുമ്മാമിൻ ഫൈഹി ജഹന്നം ഫബിരിദുഹാ ബിൽ മാഇൽ ബാരിദ്, ഈ പരിശുദ്ധ വചനത്തിന്റെ വ്യാഖ്യാനം അറിയുന്ന ഒരു ഇമാമ് ഒരു നാട്ടിൽ ഉണ്ടായാൽ പനി മരണം റിപ്പോർട്ട് ചെയ്യപ്പെടില്ല. ഉറപ്പ് പറയുന്നു, പനി മരണം റിപ്പോർട്ട് ചെയ്യപ്പെടില്ല. ആകെ പഠിക്കേണ്ടത് ഏത് ഹദീസാണ്? ഒരൊറ്റ ഹദീസാണ്. ഈ ഹദീസ്, ഞാനൊരു സാധാരണക്കാരനാണ്, ഈ ഹദീസ് ഒരു ആലിമിന്റെ കയ്യിൽ കിട്ടിയാൽ അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് എന്നെ പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ നിന്ന് വെളിയിലോട്ട് നടന്നു വരുന്ന സന്ദർഭത്തിൽ സ്വഹാബത്തെ കിറാം വട്ടത്തിൽ കൂടി ഇരിക്കുന്ന സമയത്ത് പനിയെക്കുറിച്ചുള്ള ചർച്ചയാണ് സഹാബത്ത്. നമ്മൾ ആലോചിക്കണം, മസ്ജിദുൻ നബവിയിലെ വിഷയം. മസ്ജിദുൻ നബവിയിൽ പനി ചർച്ച ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ പള്ളിയിലും പനി ചർച്ച ചെയ്യാം. പക്ഷെ പനിയെ ഭയപ്പെടുത്തുന്ന ക്ലാസ് അല്ല കൊടുക്കേണ്ടത്. പനിയെ ഭയപ്പെടുത്തി ആരെങ്കിലും എഴുതി തന്ന സർക്കുലർ അല്ല വായിക്കേണ്ടത്. പനി സംബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യം, ജുമഅയ്ക്ക് ശേഷം പള്ളിയുടെ മിഹ്റാബിൽ മിമ്പറിന്റെ തൂണ് പിടിച്ച് സംസാരിക്കാൻ കൽപ്പുള്ള, ശാസ്ത്രബോധമുള്ള, ശരീര അറിവുള്ള ഇൽമുൽ അബ്ദാൻ ഏതാണ്? അൽ ഇൽമു ഇൽമാനി, ഇൽമുൽ അദിയാൻ, ഇൽമുൽ അബ്ദാൻ. ഇൽമുൽ അബ്ദാൻ ഏതാണ്? ഇൽമുൽ അബ്ദാൻ ഏതാണ്? ഞാൻ ഇൽമുൽ അബ്ദാൻ എന്ന് പറഞ്ഞാൽ ഇത് വേഗം മനസ്സിലാക്കുന്നത് നമ്മുടെ മഅ്മൂമീങ്ങൾക്കല്ല, ഇമാമീങ്ങൾക്കാണ്. ഇൽമുൽ അദിയാൻ ഏതാണ്? അപ്പം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ കറക്റ്റാണ്. യുഫ്തീക, ഫത്വ കൊടുക്കാൻ പറ്റുന്ന പണ്ഡിതൻ. മനസ്സിലായോ? നിന്റെ ദീനിയായ കാര്യത്തിൽ. അപ്പൊ ഇൽമുൽ അദിയാൻ,
അപ്പോൾ ഇൽമുൽ അബ്ദാൻ ഏതാണ്? അതാരാ പഠിക്കേണ്ടത്? അള്ളാഹുവിനെ ഏറ്റവും അറിയുന്നവർക്കും അള്ളാഹുവിനെ ഏറ്റവും അംഗീകരിക്കുന്നവർക്കും അല്ലേ അള്ളാഹു ഇൽമു നൽകുക? ആരാ ആസി? ഞാനിതൊക്കെ അറബി തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇത് മനസ്സിലാവുന്നവർക്ക് മാത്രം മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ട്. ലാ യുഅ്താ ലിൽ ആസി. ആർക്കാ ഇൽമു കൊടുക്കാത്തത്? അപ്പൊ ഇൽമു കിട്ടുന്നത് ആർക്കാണ്? ഇൽമുൽ അബ്ദാൻ അപ്പൊ ആർക്കാ അള്ളാഹു കൊടുക്കുക? അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് മനസ്സിലായത്ര ശരീരശാസ്ത്രം, അള്ളാഹു നുബുവ്വത്ത് കൊണ്ട് അനുഗ്രഹിച്ച അമ്പിയാക്കൾക്ക് മനസ്സിലായത്ര ശരീരശാസ്ത്രം ആർക്ക് കിട്ടുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ ഉലമ സമൂഹത്തോട് അങ്ങേയറ്റത്തെ ആദരവോടെ കൂടിയാണ് ഈ ചോദ്യം. ഒരു സമൂഹത്തിന് വേണ്ടിയാണ് ഈ ചോദ്യം. നിങ്ങളെ പ്രതീക്ഷിച്ച് കഴിയുന്ന, നിങ്ങളിലൂടെ മാത്രം മുക്തിയും മോക്ഷവും ക്ഷേമവും കിട്ടുന്നൊരു സമൂഹമുണ്ട് ഇവിടെ. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അന്വേഷണമാണ്. ഇൽമ ആർക്കേ അള്ളാഹു കൊടുക്കുള്ളൂ? അപ്പൊ ഇൽമുൽ അബ്ദാൻ ആർക്കേ അള്ളാഹു കൊടുക്കുള്ളൂ? യഥാർത്ഥ ഇൽമുൽ അബ്ദാൻ ആർക്കേ കൊടുക്കുള്ളൂ? ബിസ്മി റബ്ബിക്ക കൊണ്ട് വായിച്ചറിയേണ്ട ഇൽമ്, റബ്ബിന്റെ നാമം കൊണ്ടല്ലാതെ ഇൽമ് കാമിലോ താമും കാമിലോ ആവോ? പൂർത്തീകരിക്കൂ. അപ്പൊ സ്വാഹിബുൽ ഇൽമിന്റെ അഹ്ലുകാരായ, ഇൽമ് അറിയാനും അനുഭവിക്കാനും സൗഭാഗ്യം ലഭിച്ച റിസാലത്തുൽ ഖൽബ്. ഞാൻ ഇന്ന് എൻ്റെ സ്പീച്ചിൽ കുറെ അറബി വേർഡ് വന്നിട്ടുണ്ട്, ഞാൻ അങ്ങനെ മനഃപൂർവ്വം പറയുന്നതാണ്. അപ്പൊ റിസാലത്തുൽ ഖൽബിന്റെ അഹ്ലുകാരായ ദീൻ ആര് പറഞ്ഞാലാ ഫലിക്ക? ഉലമാ സമൂഹം. ശംസുലുലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇസ്ലാമിക സമൂഹം ഒന്നടങ്കം ആദരിക്കുന്ന മഹാപണ്ഡിതനാണ്. അപ്പൊ ഇൽമ് ആരിലൂടെയാണ് പ്രകടമാവുക? അതിന്റെ പ്രഭ ആരിലൂടെ ആ സമൂഹത്തിൽ പരക്കുക? ഞാൻ പറഞ്ഞു വന്നത്, രോഗം ഇത്രമേൽ വ്യാപകമായ കാലഘട്ടത്തിൽ 3 വിഷയങ്ങളുണ്ട് ഇവിടെ. ഒന്ന്, രോഗം വ്യാപകമാണ്. മറ്റൊന്ന്, മരുന്ന് കുടിച്ചാൽ രോഗം മാറുന്ന ആളുകൾ വളരെ കുറവാണ്. അതിനോട് ചേർത്തി പറയേണ്ടത്, പല ആളുകളും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗികളോട് പറയുന്നത് നിന്റെ രോഗം മാറൂല എന്നാണ്, ചാൻസ് ഇല്ല എന്നാണ്. എന്നാൽ സർവരോഗത്തിനും ശിഫയുണ്ടെന്ന് പറഞ്ഞ ലോക ചരിത്രത്തിലെ ഒരേ ഒരു വൈദ്യശാസ്ത്ര ഗുരു, അല്ലെങ്കിൽ അതിന്റെ പ്രഭവ കേന്ദ്രം, ഗുരു എന്ന് പറയുന്നതിനേക്കാൾ അതിന്റെ പ്രഭവ കേന്ദ്രം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാരിസ് ആരാണ്? അവിടുത്തെ അനന്തരാവകാശി ആരാണ്? അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ എത്ര ഗൗരവമുള്ള വാക്കാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എത്ര ഗൗരവമുള്ള വാക്കാണ്. നമുക്ക് ചില അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് എന്തിനീ മതപണ്ഡിതന്മാര് വൈദ്യശാസ്ത്രം പഠിക്കാൻ പോണത്? അത് സാധാ ഡോക്ടർമാര് ചെയ്യേണ്ടതല്ലേ? അങ്ങനെയൊക്കെ ചില ധാരണകളുണ്ട് സമൂഹത്തിൽ. ചിലത് ചില ആളെ ചെയ്യാൻ പറ്റും, മറ്റാരും ചെയ്യരുത്. അവർ ചെയ്തിട്ട് ശരിയാകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇവിടെ ഒരു മാറ്റർ അല്ല. ചിലപ്പോൾ ഈ പറയുന്ന, നിങ്ങളിത് കേൾക്കുന്ന നിമിഷം വരെയും ഒരു കുഞ്ഞിന്റെ അസുഖം പോലും ഭേദമാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. തുടങ്ങിയിട്ട് 20, 25, 30, 40 റിട്ടയർഡ് ആവാനായിട്ടുണ്ടാവും. എന്നാലും പൊതുസമൂഹത്തിന്റെ ഒരു ധാരണ, അത് അവര് ചെയ്യേണ്ടതല്ലേ? ആര്? നമ്മൾ ധാരണകൾ തിരുത്തണ്ടേ? അത് അവര് ചെയ്യേണ്ടതല്ലേ? നിങ്ങൾ ജോലി എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുക, കമ്മിറ്റിക്കാർ എന്തെങ്കിലും എഴുത്ത് വെള്ളിയാഴ്ച വായിക്കാൻ തന്നില്ലെങ്കിൽ ജനറൽ ബോഡി അടുത്ത ആഴ്ച ജനറൽ ബോഡി ഉണ്ടെന്ന് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു, ആ വാർത്ത വായിക്കുക. പിന്നെ നബിദിനത്തിന്റെ ഒരു സംഘാടക സമിതി രൂപീകരിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു, ആ കുറിപ്പ് വായിക്കുക. നിങ്ങൾ പ്യൂണിന്റെ ജോലി എടുക്കേണ്ട ആളാ? പ്യൂണാണോ നിങ്ങൾ? നിങ്ങൾ അള്ളാഹുവിന്റെ മെസ്സഞ്ചറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശി എന്ന് പവറുള്ള മെസ്സഞ്ചറാണ്. സാധാരണക്കാരന് എഴുതി തരുന്ന നോട്ടീസ് വായിക്കേണ്ട ആളല്ല. അത് ചുമ്മാ കഴിഞ്ഞാൽ അയാൾക്ക് വന്നിട്ട് വായിച്ചൂടെ? ആ കുറിപ്പ് എഴുതിയാൾക്ക് വന്നിട്ട് വായിച്ചൂടെ? പകരം പരിശുദ്ധ ഹദീസിലും പരിശുദ്ധ ഖുർആനിലും വന്ന ജനനന്മ നിറഞ്ഞു നിൽക്കുന്ന, സാമൂഹിക ബോധം നിറഞ്ഞിരിക്കുന്ന കാലോചിതമായ കാര്യങ്ങൾ പറയാനല്ലേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അങ്ങനെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മളിൽ എന്തറിവ് വേണം? ഇൽമുൽ അബ്ദാൻ വേണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ഇൽമുൽ അബ്ദാൻ വേണം.
നമ്മൾ ഈ ഇൽമുൽ അദിയാനം കൊണ്ട് പോവാണ്. ഇൽമുൽ അദിയാൻ മനുഷ്യന്മാർക്ക് നേരാമണ്ണം ചെയ്യണമെങ്കിൽ ഇൽമുൽ അബ്ദാൻ വേണ്ടേ? നിങ്ങൾ സുജൂദിന്റെ മഹത്വം പറയുന്നു, ആർക്കാ സുജൂദ് ചെയ്യാൻ പറ്റുന്നു? എന്തോ ഭാഗ്യത്തിന് കടന്നിട്ടും ഇരുന്നിട്ട് നിസ്കരിക്കാന്ന് കൂടി നമ്മളെ ഫുഖഹാക്കൾ പഠിപ്പിച്ചെന്നുകൊണ്ട് അമ്മ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എങ്ങനെ നിസ്കരിക്കും? ആലോചിച്ച് നോക്കിയ. എന്തോ ഭാഗ്യത്തിന് അങ്ങനെയും കൂടി മസാലകൾ കിതാബുകളിൽ എഴുതി വെക്കപ്പെട്ടത് കൊണ്ട് കുറെ ആൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ എങ്ങനെ നിസ്കരിക്കും? അപ്പൊ മസ്ജിദുകളിൽ സുജൂദുകൾ എല്ലാവരും സുജൂദ് ചെയ്യുന്നവരാകണമെങ്കിൽ തിബ്ബുൻ നബവി വേണം. തിബ്ബുൻ നബവി സജീവമാകണം. തിബ്ബുൻ നബവി സജീവമാണെങ്കിൽ 2 ആളുകൾ ഇത് തീരുമാനിക്കണം. ഒന്ന് മസ്ജിദിന്റെ ഭാരവാഹികൾ, വൈദ്യശാസ്ത്രം അറിയുന്ന ഒരു ഇമാമേ വേണ്ടു. കാരണം രോഗികളുടെ നാടാണ്, രോഗം പരക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ദീനും ശരീരവും ഇത് രണ്ടുമാണ് ഏറ്റെടുക്കേണ്ടത്. റോമാ ചക്രവർത്തിമാരെ ചികിത്സിക്കുന്ന വൈദ്യന്മാർ വന്നിട്ട് മദീനയിൽ എന്താ സൂക്കേടുള്ള ആളെ കിട്ടാതിരുന്നത്? അവിടുത്തെ ഇമാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. നമ്മളങ്ങനെ ഒരു പാരമ്പര്യം പറയുന്നവരാണല്ലോ. മദീനയിലെ മുക്കൈക്കിസ് കൊട്ടാരം, മുക്കൈക്കിസ് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം, ഒരു രാജാക്കന്മാർക്ക് പറയുന്ന പേരാണ് മുക്കൈക്കിസ്. ഈ രാജാക്കന്മാരെ ചികിത്സിക്കുന്ന കൊട്ടാര വൈദ്യന്മാര് മദീനയിൽ വന്ന് താമസിച്ചിട്ട് രോഗികളായിട്ട് ആരും അവരുടെ അടുത്ത് എത്തിയില്ല എന്നുള്ള ചരിത്രം നമ്മൾ വായിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? ആ നാട്ടിനൊരു ഇമാം ഉണ്ടായിരുന്നു. എന്താ ഇമാമിന്റെ പേര്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടലിലൂടെയാണ് അവിടെ രോഗമുക്ത മദീന ഉണ്ടായത്. CK രാമചന്ദ്രൻ എന്ന കോഴിക്കോടിന്റെ, അല്ല മലബാറിന്റെ, കേരളത്തിന്റെ, ഇന്ത്യയുടെ, ഏഷ്യയുടെ അതിപ്രഗത്ഭനായ ഡോക്ടർ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ പൂങ്കാവനം മാസികയിൽ എഴുതിയ കുറിപ്പ്, 1-ാം പേജിൽ എഴുതിയ കുറിപ്പ് അതിന്റെ തെളിവാണ്. ആലോചിക്കണ്ടേ? അപ്പൊ രോഗികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, മജ്ലിസുൻ നൂറിന്റെ സദസ്സും ഉണ്ടാക്കിക്കോളൂ, മറ്റ് ആത്മീയ സദസ്സുകളും സജീവമാക്കിക്കോളൂ. പക്ഷേ ആയാത്തു ശിഫാവും അതോടൊപ്പം തന്നെ രോഗശമന സൂക്തങ്ങളും ഹദീസ് വചനങ്ങളും പറയാനും പഠിപ്പിക്കാനും കഴിവ് കൂടിയുള്ള ആലിമീങ്ങൾ അനിവാര്യമായും സർവ്വമഹലിലും ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഹിക്മ ഹീലിംഗ് ഇങ്ങനെ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചത് അത്രമേൽ രോഗാതുരമാണ്. അപ്പം നമ്മുടെ സമൂഹം രോഗം വ്യാപകമാണ്, ചികിത്സിച്ചിട്ട് രോഗം മാറണില്ല, രോഗം മാറൂല എന്നുള്ള സന്ദേശമാണ് ജനങ്ങൾക്കിടയിൽ പരക്കുന്നത്. സർവ്വരോഗത്തിനും ശമനമുണ്ട് എന്ന സന്ദേശം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു വിഭാഗമേ ഉള്ളൂ, അത് ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണ്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അടക്കമുള്ള പണ്ഡിത സഭകളും അതിൻ്റെ ജില്ലാ മുഷാവറകളും അതോടൊപ്പം തന്നെ ദീനിന്റെ വ്യാപനത്തിന് ഏറ്റവും ശാസ്ത്രീയമായ സംവിധാനം കാഴ്ചവെച്ച ജമിയത്തുൽ മുഅല്ലിമീനും എന്നോട് ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ട്, മദ്രസ സംവിധാനത്തിലൂടെ എന്താണ് ഇസ്ലാമിന്റെ ആരോഗ്യം പഠിപ്പിക്കാത്തത്? ഞാൻ പറയും, ഞാൻ സെൻട്രൽ കൗൺസിൽ മെമ്പർ അല്ല. എത്രയോ ആളുകൾ എന്നോട് എഴുതി ചോദിച്ചിട്ടുണ്ട്, തിബ്ബുൻ നബവി ഇത്രമേൽ നല്ലൊരു സംവിധാനം, മിസ്വാക്ക് ഉപയോഗിക്കേണ്ടതിനെ കുറിച്ചും പല്ല് തേക്കുന്നതിനെ കുറിച്ചും ഈത്തപ്പഴം കഴിക്കേണ്ടതിനെ കുറിച്ചും ഭക്ഷണം എടുക്കേണ്ടതിനെ കുറിച്ചും അത് ചവക്കാൻ വെക്കേണ്ടതിനെ കുറിച്ചും ചവക്കുമ്പോൾ വായു പൂട്ടേണ്ടതിനെ കുറിച്ചും ഭക്ഷണം കഴിക്കാൻ ഇരിക്കേണ്ടതിനെ കുറിച്ചും ആരോഗ്യമുണ്ടാകുന്ന സർവകാര്യങ്ങളെക്കുറിച്ചും ഇത്ര കൃത്യമായി പഠിപ്പിച്ച ഒരു മതസംവിധാനം നമ്മുടെ കയ്യിലുണ്ടായിട്ട് അതായത് ഒരു നിലയിലും രോഗികളാവാൻ കഴിയില്ല, അത്രയും പെർഫെക്റ്റ് ആയ ഒരു ലൈഫ് സ്റ്റൈൽ ഹദീസ് കിതാബുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ കാര്യങ്ങൾ അറിയുന്ന ഒരു വിഭാഗമല്ലേ ഉള്ളൂ. അതിൻ്റെ കിതാബ് മുത്താലഅ ചെയ്യാൻ കഴിയുന്ന ആരേ ഉള്ളൂ? പണ്ഡിതന്മാരേ ഉള്ളൂ. ഫൈസിമാരായും ബാഖവിമാരായും സഅദിമാരായും സഖാഫിമാരായും ഹുദവിമാരായും വാഫിമാരായും അല്ലേ, സുഹരിമാരായും സൈനിമാരായും എത്രോരം ബിരുദം കൊടുക്കുന്ന അറബി കോളേജുകളാണ് നമുക്കുള്ളത്. എത്ര ബിരുദാനന്തര ബിരുദം കൊടുക്കുന്ന അറബി കോളേജുകൾ നമുക്കുണ്ട്. ഹദീസിന്റെ കിതാബുകളൊക്കെ, ബുഖാരി മജ്ലിസൊക്കെ എല്ലാ റബീഉൽ അവ്വലിനും ഒരു ചടങ്ങ് പോലെ ഭക്തിയോടെ ആദരവോടെ നാം കൊണ്ടുവരും. നല്ല കാര്യമാണ്, അത് നിലനിർത്തണം, ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം. പക്ഷെ ഏറ്റവും കാലോചിതമായ ഈ കാലഘട്ടത്തിനാവശ്യമുള്ള നബി ദർശനത്തെ ഉമ്മത്തിനെ തൊട്ട് മറച്ചു പിടിക്കുന്നതിൽ ഈ ഉലമാ സമൂഹം നാളെ പടച്ചവനോട് എന്ത് മറുപടി പറയും?
എന്ത് ന്യായം പറയും? അതിന് ചോദ്യം ഉണ്ടല്ലോ, ഒരു സാധാരണക്കാരനായി എനിക്കത് ചോദിക്കാമല്ലോ. ഒരു സാധാരണക്കാരനായി എനിക്കത് ചോദിക്കാം. എന്ത് ന്യായം പറയും? ജനങ്ങൾ മുട്ടുമടക്കാൻ പറ്റുന്നില്ല, ശരീരത്തിൽ നീര് വന്ന് പ്രയാസത്തിലാണ്, ആഴ്ചയിൽ 3 ദിവസം ഡയാലിസ് ചെയ്യുന്നവൻ്റെ സങ്കടം എത്ര വലുതാണ്, രോഗികളെ കരയിച്ച് വീഡിയോ എടുത്ത് ബക്കറ്റ് പിരിവ് സജീവമാണ്. ഇത് നല്ല ഏർപ്പാടാണോ? ഇത് നല്ല ഏർപ്പാടാണോ? പൊട്ടിക്കരയുന്ന യുവതിയായ സ്ത്രീ, വിതുമ്പിക്കരയുന്ന കുഞ്ഞുങ്ങൾ, സ്റ്റിക്കർ ഒട്ടിച്ച കഴുത്തുമായി ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നു. ഇതാണോ നമ്മുടെ ദൗത്യം? ഇതിൽ തീരുമോ നമ്മുടെ ദൗത്യം? ഇല്ലെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ നമ്മൾ പ്രഖ്യാപിക്കണം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു 1400 വർഷം മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് വഫാത്തായി പോയി. പുതിയ കാലത്തെ കാര്യമൊന്നും പറയാൻ പറ്റിയിട്ടില്ല. പറയാൻ ധൈര്യമുണ്ടോ? അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു പഴയ ഏർപ്പാടാണ്. പുതിയ കാലത്തെ പ്രശ്നമല്ല ഈ കിഡ്നി രോഗവും ക്യാൻസറും കരൾ രോഗവും. കണ്ണൂർ കൂത്തുപറമ്പ് ആടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പള്ളി ഇമാം ഉണ്ടായിരുന്നു. ചില പേര് പറയാതിരിക്കാൻ പറ്റൂല. ഹബീബ് ആടൂർ ബീരാൻകുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു ക്യാൻസർ രോഗം ചികിത്സിച്ച് ഭേദമാക്കിയിരുന്നു. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒട്ടകത്തിന്റെ എല്ലും, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒലീവ് ഓയിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വചനത്തിൽ പറഞ്ഞ കരിഞ്ജീരകവും, പരിശുദ്ധ ഖുർആനിലും ഹദീസിലുമുള്ള തേനും, പിന്നെ ചില കുന്നിൻ പുറങ്ങളിലും കാടുകളിലും കാണുന്ന ഇലച്ചെടികളും വേരുകളൊക്കെ ഉപയോഗിച്ച് അമൂല്യ ഔഷധമുണ്ടാക്കി ക്യാൻസർ രോഗ വിഷയത്തിൽ വിജയിച്ച ഒരു മഹാപണ്ഡിതൻ, ജന്മം കൊണ്ടും വഫാത്തിന് ശേഷവും മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്താണെങ്കിലും കർമ്മമണ്ഡലത്തിൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് ആടൂർ എന്ന് പറയുന്ന പ്രദേശത്ത്, ഇപ്പോൾ ആടൂർ ആ പ്രദേശം ഇപ്പോഴും ഉണ്ട്. ബീരാൻകുട്ടി ഉസ്താദിനെ അറിയുന്നവർ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇനിയും ജനിച്ചെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. കാരണം എന്ത്? ക്യാൻസർ വ്യാപകമാണ്, ക്യാൻസർ വ്യാപകമാണ്. അപ്പം മുത്താലിമീങ്ങൾക്ക് ദർസോതി കൊടുക്കുന്നതോടൊപ്പം, ദീനിയായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം, ഒരു സമൂഹത്തിന്മേൽ മാരകമായ ഒരു രോഗം പിടിമുറുക്കിയപ്പോൾ അതിനെ ശരീരത്തിൽ നിന്ന് വിഭാടനം ചെയ്യാനുള്ള ഇൽമും ഹിക്മത്തും തിബ്ബും വശത്താക്കിയ കേരളീയ പശ്ചാത്തലത്തിലുള്ള ഒരു പണ്ഡിതന്റെ പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എത്ര ആളുകളുടെ പേര് നമുക്ക് പറയാൻ പറ്റും? ഒരുപാട് ആളുകളുണ്ട്. പുതിയ സമൂഹത്തിലെ ഉലമാക്കൾ നല്ല കഴിവുള്ളവരാണ്, ഭാഷാ പാണ്ഡിത്യമുള്ളവരാണ്, ടെക്നിക്കൽ നോളജ് ഉള്ളവരാണ്, ശാസ്ത്രബോധമുള്ളവരാണ്, നല്ല നല്ല കോളേജുകളിൽ നിന്ന് മിടുക്ക് തെളിയിച്ച് പാസ്സായി വന്നവരാണ്, എല്ലാ സൗകര്യങ്ങളെയും അനുഭവിച്ചവരാണ്. 40-50 കൊല്ലം മുമ്പ് തഹ്സീലായവരെ പോലെയല്ല പുതിയ കാലത്തെ ഉലമാക്കൾ. സമയമുണ്ട്, സൗകര്യമുണ്ട്, പഠിക്കാനുള്ള മീഡിയകളുണ്ട്, ഭാഷാ പരിജ്ഞാനമുണ്ട്, ശാസ്ത്രബോധമുണ്ട്, എല്ലാം ഉണ്ടായിരിക്കെ കാലത്തിന് ഏറ്റവും ആവശ്യമുള്ള പ്രവാചക വഴിയിലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയിലെ ഇത്രയും അമൂല്യമായ ജ്ഞാനമാർഗത്തെ ജനങ്ങൾ ഇത്ര ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോഴും മൂടി വെച്ച്, അടപ്പിട്ട് മൂടിയിട്ട് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാതെ മുന്നോട്ട് പോകുന്നതിന് നമ്മൾ എന്ത് മറുപടി പറയും? എന്തു മറുപടി പറയും? ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പൊ തിബ്ബുൻ നബവി, ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു മാറ്ററിലേക്ക് വന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കുറേ ആരോഗ്യത്തിന് ടിപ്സ് പറയുന്നതിന് പകരം ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹത്തെ മഹല്ല് ബേസ് ചെയ്തിട്ട്, അതിന് മഹല്ല് ജമാഅത്ത് ഒരുങ്ങണം, റേഞ്ച് മാനേജ്മെന്റ് ഒരുങ്ങണം. നമുക്ക് സംവിധാനമുണ്ട്. ഈ ഉലമാ സമൂഹത്തെ കോർഡിനേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. മാത്രമല്ല, രാവിലത്തെ മദ്രസ അധ്യാപനവും 5 നേരത്തെ ഇമാമത്തോ ജോലിയോ കഴിഞ്ഞാൽ ഒരു പിടി ഇമാമിയങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. മറ്റു ചില വിഭാഗം മറ്റ് അധ്യാപന മേഖലയിലോ മറ്റു കാര്യങ്ങളിലോ ഷുഗലാണ്, ജോലിയുണ്ട്. വലിയൊരു വിഭാഗം കഴിവുള്ള, ബുദ്ധിശക്തിയുള്ള, അപാരമായ പാണ്ഡിത്യമുള്ള വലിയ വിഭാഗം മദ്രസ അധ്യാപനത്തിന്റെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് പിന്നെ എന്താ അവർക്ക് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല. അവർ ഹെൽത്ത് ഗൈഡുമാരായിട്ട് ഓരോ മഹലിലും വർക്ക് ചെയ്യട്ടെ. അതിന് സഹായകമായ കാര്യങ്ങൾ ഹിക്മ ഹീലിങ്ങിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പഠിക്കാൻ തയ്യാറുള്ള ലക്ഷക്കണക്കിന് ആലിമീങ്ങളെ നമുക്ക് ആവശ്യമുണ്ട്. ഹിജാമ പഠിക്കട്ടെ. ഇന്നത്തെ ഞാൻ ചോദിക്കട്ടെ, ഹിജാമ എത്ര അത്ഭുതകരമായ ഒരു ചികിത്സാ രീതിയാണ് ഹിജാമ. ഇന്നത് പഠിക്കാനുള്ള സംവിധാനമുണ്ട്. മറ്റേതോ ശാസ്ത്രശാഖയുടെ ആളുകളാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും, ഇന്ത്യ എല്ലായിടത്തും ഹിജാമക്ക് ആരാ പേരും ഉണ്ടാക്കിയത്? അക്യുപങ്ക്ചർ തെറാപ്പിസ്റ്റുകളാണ്. സത്യത്തിൽ അക്യുപങ്ക്ചറിന്റെ ഭാഗമല്ല ഹിജാമ. അറബ് സമൂഹത്തോടും അറബ് സംസ്കാരത്തോടും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറച്ചുകൂടി ശാസ്ത്രീയമായ ഇടപെടലിലൂടെ ഡെവലപ്പായ ഒരു ചികിത്സാ രീതിയാണ് ഹിജാമ.
ആ ഹിജാമക്ക് ഇന്ന് ഈ കാണുന്ന വളർച്ചയും പെരുമയും കൊടുത്തത് ആരാ? നമ്മൾ ആരുമല്ല. അക്യൂപങ്ക്ചർ പഠിച്ച് മരുന്നില്ലാതെ ജനങ്ങൾക്ക് ചികിത്സ കൊടുക്കണം, ചെലവ് ചുരുങ്ങിയ ചികിത്സയിലൂടെ ജനങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ള ഒരു സമൂഹം ഒരുപാട് വെല്ലുവിളി സഹിച്ചിട്ടാണ് ഹിജാമ തെറാപ്പിസ്റ്റുകളെയും അവരുണ്ടാക്കിയത്. പറയുമ്പോൾ ഇത് ആരാ ഉണ്ടാക്കേണ്ടിയിരുന്നത്? ഇത് ഉണ്ടാക്കേണ്ടിയിരുന്നത്? ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്ക് പ്രകാരം ഇത് ആരാ വളർത്തേണ്ടത്? ആരാ ഇത് പുരോഗതിയിൽ എത്തിക്കേണ്ടത്? ഓരോ മഹല്ലിലും മസ്ജിദിനോട് ചേർന്നിട്ട് ഹിജാമ സെന്റർ ആരാ സ്ഥാപിക്കേണ്ടത്? എൻ്റെ ചോദ്യം ഇതാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായത്തിൽ ആര് സ്ഥാപിക്കണം? ആര് സപ്പോർട്ട് ചെയ്യണം? മഹല്ലി ജമാഅത്തിന്റെ സപ്പോർട്ടോടുകൂടി മഹല്ലിലെ ഇമാം ചെയ്യണം. അതിന് മറ്റുള്ള ഹെൽപ്പിന് മുഅദ്ദിനും കൂടണം. അപ്പൊ ഇമാമിനും ഡ്യൂട്ടിയായി, മുഅദ്ദിനും ഡ്യൂട്ടിയായി. മഹല്ലിലെ ആരോഗ്യ രംഗത്ത് എത്ര എണ്ണീറ്റും തീരാത്ത അത്രയും വലിയ സാമ്പത്തിക ചെലവ് വരുന്നതിനെ തൊട്ട് മഹല്ലിലെ നിവാസികളെ രക്ഷപ്പെടാൻ ജമാഅത്ത് കമ്മിറ്റിക്ക് കഴിഞ്ഞു. ബക്കറ്റും പിരിവിന്റെ എണ്ണം കുറയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 കോടിന്റെയും 10 കോടിന്റെയും സങ്കടക്കഥകൾ കേൾക്കുന്ന വീഡിയോകളുടെ എണ്ണം കുറയും. 4 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ഹിജാമ സംവിധാനം നാട്ടിൽ നടപ്പിൽ വരട്ടെ. ഒന്ന് നടപ്പിൽ വരുത്തുങ്ങൾ. ക്യാൻസർ രോഗികളുടെ എണ്ണം കുറയും, കിഡ്നി ഫെയിലിയേഴ്സിന്റെ എണ്ണം കുറയും, ലിവർ സിറോസിന്റെ എണ്ണം കുറയും, ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളുടെ എണ്ണം കുറയും, ഹാർട്ട് ഡിസീസിന്റെ എണ്ണം കുറയും, ഹാർട്ട് ബ്ലോക്കുകളുടെ എണ്ണം കുറയും, സ്ട്രോക്ക് വന്ന് കിടപ്പിലാകുന്നവരുടെ എണ്ണം ഉറപ്പായിട്ടും കുറയും. ആകെ ചെയ്യേണ്ടത് എന്താണ്? ഇമാമ് നിർബന്ധമായിട്ട് ഹിജാമ അറിയണേ. അപ്പൊ ഒരു ഇമാമ് ജോലി ചെയ്തിട്ട്, ജോലിക്ക് ഒരു ഇമാമ് വരുവാണ് ജോലി അന്വേഷിച്ചിട്ട്, തിബ് അറിയുമോ, ഹിജാമ അറിയുമോ? എന്നാൽ നമുക്ക് പറ്റൂല, കാരണം രോഗികളുള്ള നാടാണ് എന്ന് പറയുന്ന ഒരു സംവിധാനം തിരിച്ചു വരണം. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ വൈദ്യശാസ്ത്രമില്ലേ? ഉണ്ട്. കേരളം ആദരിക്കുന്ന സയ്യിദ് അലവി മമ്പുറം തങ്ങളുടെ ചരിത്രത്തിൽ വൈദ്യശാസ്ത്രമുണ്ടല്ലോ, ഉണ്ട്. നിഷേധിക്കാൻ പറ്റൂല. മഹാനായ സദഖത്തുള്ള മുസ്ലിയാരുടെ ചരിത്രത്തിൽ വൈദ്യശാസ്ത്രം ഉണ്ടല്ലോ. ചെറുശ്ശേരി ഉസ്താദിന്റെ വിഷയത്തിൽ വൈദ്യശാസ്ത്രം അറിയാലോ. നിങ്ങളങ്ങനെ പ്രഗത്ഭരായ പലരുടെയും പേര് നോക്ക്. കക്കടിപ്പുറത്തെ മഹാനവറുകൾക്ക് വൈദ്യശാസ്ത്രം അറിയാലോ. അങ്ങനെ ഇനി എത്ര ചാപ്പനങ്ങാടി മഹാനവറുകൾക്ക് വൈദ്യശാസ്ത്രം അറിയാലോ. അവരൊന്നും പിന്നെ അത് പാട്ടും പാടി നടന്നിട്ടില്ല. എന്തുകൊണ്ട്? അന്ന് രോഗം വ്യാപകമല്ല, രോഗികൾ വ്യാപകമല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, അന്ന് രോഗം വ്യാപകമല്ല, രോഗികൾ വ്യാപകമല്ല. ഇപ്പം സിറ്റുവേഷൻ അതല്ല. നിത്യരോഗത്തിന്റെ ദുരിതം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടാണ്. ലക്ഷോപലക്ഷം രൂപ ചെലവഴിച്ചിനും രോഗം കുറയണില്ല. ഇസ്ലാമിൽ അതിന് പരിഹാരമുണ്ട്. ഇത് ലോകം മുഴുവൻ, ലോകത്തെ എല്ലാ പ്രഗത്ഭരും പറഞ്ഞ കാര്യമാണ്. ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ ഇത് പഠിക്കാൻ കഴിയുന്നത്, ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ആയുർവേദം ഏറ്റവും വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് സന്യാസി, മഹർഷി, മുനിമാർക്കായിരിക്കും. അതിൻ്റെ പാരമ്പര്യവും അതിൻ്റെ ഒരു പവിത്രതയും ആ വഴിയിലാണ്. മനസ്സിലാക്കണം. അതിൻ്റെ ഗുരുപരമ്പരയിലൂടെ യോഗ വേഗം പഠിച്ചെടുക്കാൻ പറ്റുന്നത് അതിൻ്റെ പരമ്പര, പതഞ്ജലി മഹർഷിയിലൂടെ, അങ്ങനെ അതിൻ്റെ ഒരു പാരമ്പര്യത്തിലൂടെ ആയിരിക്കും. ദ്രാവിഡ മെഡിസിൻ അല്ലെങ്കിൽ ദ്രവേഡിയൻ മെഡിസിൻ അല്ലെങ്കിൽ സിദ്ധവൈദ്യം എന്ന് പറയുന്നത് അതിൻ്റെ പാരമ്പര്യത്തിലുള്ളവർക്ക് വേഗം പഠിക്കാൻ പറ്റുക. കാരണം അവരാണ് അതിൻ്റെ ചിട്ടയിലൂടെ ജീവിക്കുന്നവർ. സിദ്ധവൈദ്യം കേട്ടിട്ടില്ലേ? ഇപ്പൊ സിദ്ധമഠങ്ങള്, സിദ്ധാശ്രമങ്ങൾ, സിദ്ധമരുന്നുകൾ കേട്ടിട്ടുണ്ടോ? എന്നതുപോലെ നബിവൈദ്യം, നബിവൈദ്യ മരുന്നുകൾ, നബിവൈദ്യ ചികിത്സകൾ, ഇതാർക്കാ വേഗം മനസ്സിലാക്കാൻ പറ്റുക? എൻ്റെ ആദരണീയരായ അള്ളാന്റെ ദീൻ ലോകത്ത് ഇത്രയും പെരുമയോടെ കേരളത്തിലല്ലാതെ വേറെ അള്ളാന്റെ ദീൻ വളർത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ ഉലമാ സമൂഹം ഒന്ന് മനസ്സ് വെക്കണം. എല്ലാ മഹല്ലിലും ഇതൊരു ചർച്ചയാവണം. എല്ലാ മഹല്ലിലും ചർച്ചയാവണം. എല്ലാ ജമാഅത്ത് ഭാരവാഹികളും ഇതിലേക്കൊന്ന് ശ്രദ്ധ വരുത്തണം. എല്ലാ ജമിഅത്തുൽ മുഅല്ലിമീൻ അതോറിറ്റികളും ഇതിലേക്ക് ശ്രദ്ധ വരുത്തണം. അതിൻ്റെ റേഞ്ച് തലം മുതൽ അതിന് മുകളിൽ ജില്ലാ തലം മുതൽ സെൻട്രൽ കൗൺസിൽ വരെയുള്ള ആളുകൾ ദയവ് ചെയ്ത് ഒരു സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി, രോഗാതുരതയുടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ തിരിച്ചുവരവിന് വേണ്ടി ഈ ഒരു സന്ദേശത്തെ മുഖവിലക്കെടുക്കണം. തിബ്ബുൻ നബവിയെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട്. എന്താണ് തിബ്ബുൻ നബവി? അതിൻ്റെ ഇലാഹി വഴി എങ്ങനെയാണ് വന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അത് സ്വഹാബത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? സ്വഹാബത്ത് അതെങ്ങനെയാണ് താബിഉകൾക്ക് കൈമാറിയത്? പിന്നെ 900 വർഷക്കാലം ചരിത്രത്തിൽ അതെങ്ങനെയാണ് നിലനിന്നത്? ഇതിൻ്റെ വഴി വലുതാണ്.
കേരളത്തിലടക്കം തിബ്ബൻ നബവി എങ്ങനെയാണ് എത്തിയത് എന്നത് നമുക്ക് ചർച്ച ചെയ്യണം. അപ്പോൾ രോഗികൾക്ക് വേണ്ടി, പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി, ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി തിബ്ബൻ നബവി നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതൊരു ഉലമാ ദൗത്യത്തിൻ്റെ ഭാഗമായി നമ്മൾ എടുക്കണം. പുതിയ കാലത്തെ ഉലമാ ദൗത്യത്തിൻ്റെ ഭാഗമായി നമ്മൾ അതിനെടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.